പ്രിയ സിംഹക്കുട്ടി പ്രേക്ഷകരെ, ഇന്ന് ആട് 3 സിനിമ കാണാൻ പോയി. കളിക്കവള തിയേറ്ററിലല്ല, സാധാരണ കളിക്കവള തിയേറ്ററിലാണ് പോണത്. ഇന്ന് സാധാരണ ചെറിയ പടങ്ങൾക്ക് ഇന്ന് പോയത് കാട്ടാക്കട കാളീശ്വരി തിയേറ്ററിലാണ്. 4K അറ്റ്മോസ്ഫിയറുള്ള ഡോൾബി അറ്റ്മോസ്ഫിയർ വിത്ത് 4K ഫിലിം റെസൊല്യൂഷനുള്ള തിയേറ്ററിലാണ് പോയത്. കുടുംബമായിട്ടാണ് പോയത്. മോന് ഭയങ്കര ഫേവറേറ്റാണ് ആട് സിനിമ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫേവറാണെന്ന് വെച്ചാൽ അല്ലേ, അത് ഞാൻ പ്രേക്ഷകർ തുറന്നു പറയണേ. എന്നെ സംബന്ധിച്ച് ഒരു വല്ലാത്ത ഫേവറൊന്നുമല്ല. മീൻസ് ആട് പാർട്ട് 1 ഞാൻ കണ്ടു, പാർട്ട് 2 കണ്ടു. ഒരു എന്റർടൈൻമെന്റ് ഫിലിം ആ രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. മലയാളത്തിൽ ഓക്കെ, അത് ഞാൻ എൻ്റെ ഫാനും അല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റും അല്ല ആ ചിത്രങ്ങളോടും. പക്ഷെ എൻ്റെ മകനെങ്കിലും അഡിക്റ്റഡ് ആണ്. മകനൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. പുതിയ പിള്ളേരിൽ എല്ലാവർക്കും തന്നെ വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം ഫുൾ എന്റർടൈൻമെന്റ്, അതിനകത്ത് വേറെ ഉടായ്പൊന്നുമില്ല, ഇതിനകത്ത് വേറെ ഒന്നും കുത്തിത്തിരികണില്ല, അനാവശ്യ ഒരു സബ്ജക്റ്റും ഇതിനകത്ത് കൊണ്ടുവരാതെ നല്ല ഡീസന്റ് ആയിട്ട് ഒരു കോമഡി പറഞ്ഞ് പുതിയ പിള്ളേരെ കയ്യിലെടുത്ത് സാധാരണ പ്രേക്ഷകരെ കയ്യിലെടുത്ത് പോകുന്ന ഒരു ചിത്രമാണ് ആട് സിനിമ. ആട് പാർട്ട് 1 ഒരു പരാജയമായിരുന്നു. വിജയ് ആന്റണിക്ക് ലോസ് സിനിമ തന്നെയായിരുന്നു. വിജയ് ബാബു, എനിക്ക് കറക്റ്റ് ആ പ്രൊഡ്യൂസറുടെ പേര് വിജയ് ആന്റണിയോ വിജയ് ബാബു ആണെന്നാണ് പറഞ്ഞത്. വിജയ് ബാബുവിന് ലോസ് ആയിരുന്നു. പക്ഷെ എന്നിട്ട് അദ്ദേഹം 2 ആട് 2 ചെയ്തു, ഒപ്പം വിജയം നേടി. ഇന്ന് വലിയ ഫണ്ടിൽ 50 കോടിക്ക് മുകളിലിറങ്ങി ആട് 3 ചെയ്ത്, അതിന്റെ ആട് 3 വന്നു. ഇനി അടുത്ത ആട് 3യുടെ സെക്കൻഡ് പാർട്ടും വരെയാണ്. അപ്പോ ഇത് നമ്മുടെ പ്രേക്ഷകര്, ഞാൻ പറഞ്ഞു എന്നെ അതിൽ വിട്ടുകള ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ആനന്ദമാണ് കേട്ടോ ഈ ആട് സിനിമ. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രേക്ഷകരാണ് ഈ സിനിമ കാണുന്നതിൽ കൂടുതൽ. ഞാൻ തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കിയത് അതാണ്. കാരണം ഈ സിനിമ ഞങ്ങൾ 12 മണിക്കുള്ള ഷോ ആണ് ബുക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് 12 മണിയല്ല, രാത്രി 12 മണിക്ക്. രാത്രി 12 മണിക്ക് ഷോ കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ എത്തുമ്പോൾ മണി 4:30, ഏർലി മോർണിംഗ് 4:30. അപ്പൊ ഈ 12 മണിക്ക് ഷോയിൽ പോലും ഒരു സീറ്റ് പോലും ഒഴിവില്ല. ഓടി 1ലാണ് കളിക്കുന്നത്. ഓടി 1ലും കളിക്കുന്നു, അതിലും ഒരു സീറ്റ് ഒഴിവില്ല. പിന്നെ ഓടി 6ലും 7ലും എല്ലാം ഈ സിനിമ. ആ തിയേറ്ററിൽ ഓടി 7 വരെയുണ്ട്. 2ല് ദുരന്തരമുണ്ട്. ബാക്കിയുള്ള എല്ലാ ഇതിലും രാത്രി 12 മണിക്ക് പോലും 3ഉം 4ഉം തിയേറ്ററിനകത്ത് ഈ പടം ഹൗസ്ഫുള്ളായിട്ട് ഓടുകയാണ്. അപ്പോൾ പടത്തിന്റെ സാധാരണ ആൾക്കാരുടെ ഇടയിൽ അതിൽ വരുത്തിയിരിക്കുന്ന സ്വാധീനം ഞാൻ പറയുന്നത്, എന്നോ സ്വാധീനമാണ് ആട് സിനിമ വരുത്തിയിരിക്കുന്നത്. ആട് സിനിമയിൽ കൂടി സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമല്ല. ഞാൻ എൻ്റെ ബാല്യകാലത്ത് തിയേറ്ററിലൊക്കെ പോയിട്ട്, ബാല്യകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു 25-30, അപ്പോഴൊക്കെ സിനിമ നമ്മളെ ഇന്നുപോലെ മീഡിയയോ മൊബൈലോ നമ്മളെ കേബിളുകളൊന്നും ഇല്ല. തിയേറ്ററിൽ വരുന്ന ഒരു കുഞ്ഞു സിനിമ അത് ഒളിച്ചൊക്കെ കാണണം. വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല. മതപരമായിട്ട് സിനിമ കാണുന്നത് തെറ്റാണ്, അറിയില്ലേ നിങ്ങൾക്ക്? അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ. മുസ്ലിങ്ങളുടെ ഇടയിൽ ഇന്നും തെറ്റാണ്. ക്രിസ്ത്യൻസിന്റെ ഇടയിലും പള്ളികളിലൊക്കെ വിളിച്ചു പറയുന്നു സിനിമ കാണുന്നത് പാപമാണ്, അത് പിശാചുക്കളുടെ മക്കൾ ചെയ്യണതാണ്, പിശാചുക്കളാണ് എങ്ങനെ പോണെന്നാണ് പള്ളിയിലൊക്കെ വിളിച്ചു പറയുന്നത്. ഇത് RC പള്ളിയിൽ വിളിച്ചു പറയുന്നു, മലങ്കരയിൽ വിളിച്ചു പറയുന്നു. ഇക്കാലത്ത് വന്ന 2ാം മിഷൻ, CSI, ലൂതറൻ ചർച്ചുകൾ, അതൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. CSIയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ മറ്റുള്ളിടത്തൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കി മോശമൊന്നുമില്ല. ഇങ്ങനെ ഈ തെറ്റാണെന്ന് പറഞ്ഞ കാലത്ത് ഞങ്ങൾ ഒളിച്ചൊക്കെയാണ് സിനിമയ്ക്ക് പോകുന്നത്. അതിനുള്ളൊരു 20 പൈസ, 30 പൈസ, 50 പൈസയൊക്കെ ഡെസ്കി എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. കാരണം ഒപ്പിച്ച് പറക്കി ഞാൻ സിനിമ കാണുന്ന കാലത്ത് 1 രൂപ ടിക്കറ്റ് ഉണ്ട്, ഏറ്റവും ഫണ്ടിയിരിക്കുന്നത്. ആ സമയത്ത് ഈ 1 രൂപ നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന പാടെന്ന് നമുക്കറിയാം. ഇനി 1 രൂപ ഉണ്ടാക്കിയാൽ ഇന്നത്തെ കുട്ടികളെ പോലെ എവിടെയെങ്കിലും പോയി നമുക്ക് സിനിമ കാണാൻ പറ്റും. ഇന്ന് നിങ്ങൾ നോക്കി വീട്ടിൽ തന്നെ നിമിഷങ്ങളുള്ള 100 സിനിമയുടെ മാറി കാണണം. അന്ന് കാണാൻ പറ്റൂല എന്നേ. സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ വെളിയിൽ. പിന്നെ നാട്ടില് കുറെ പ്രശ്നമാണ്. നാട്ടില് പിന്നെ പള്ളിയിലെ എതിർപ്പ്, പിന്നെ നാട്ടുകാരുടെ നെഗറ്റീവ് പറയക്കം. ഞാൻ എന്റെ ബാല്യകാലം തൊട്ട് സിനിമ കാണുന്നതാണ്. എനിക്ക് ഓർമ്മ, എനിക്കിത്തിരി വിവരം വന്ന കാലം മുതൽ ഞാൻ സിനിമയിലെ അഡിക്റ്റാണ്. സിനിമയ്ക്ക് അഡിക്റ്റാണ്. അത്
ഇല്ലെന്ന് ഞാനൊന്നും പറയണില്ല, ഞാൻ അഡിക്റ്റാണ്. അപ്പോഴേ ഞാൻ സിനിമ കാണുന്ന ആളാണ്. അപ്പോഴും നമ്മൾ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. അന്നൊക്കെ ലൈറ്റ് പോലും ഇല്ല ഒരിടത്ത്, വീട്ടിൽ കയറ്റില്ല, വീട്ടിന്റെ വെളിയിൽ കിടന്നുറങ്ങണം. കാരണം അത്രയ്ക്കാണ് നാട്ടുകാരുണ്ടാക്കുന്ന കഥ. നാട്ടിലെല്ലാവരും പള്ളിയിൽ പോയിട്ട് എന്ന് പറയണത് കുർബാനയ്ക്ക് കേട്ട അച്ഛൻ പറയണ ഒരു തരം സിനിമയൊക്കെ തെറ്റാണ്, പിശാചുക്കളുടെ വഴിയാണ്, പിശാചാണെന്നെല്ലാം നമ്മൾ വഴിതിരിച്ചു പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞങ്ങളെപ്പോലെ ഒന്നോ രണ്ടോ അന്നത്തെ വിപ്ലവകാരികൾ, ഞാനൊരു വിപ്ലവകാരി തന്നെ ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടത് ഈ രീതിയിൽ നോക്കിയാൽ. അല്ലാതെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ കാര്യമല്ല പറയണത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത്, ഒരു വിപ്ലവകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണ്. അല്ല, വിപ്ലവം എന്ന് പറയുന്നത് ആര് ചെയ്താലും വിപ്ലവമാണ്. അതായത് നിങ്ങള് മതത്തിനകത്തിരുന്ന് ചെയ്താലും പുറത്ത് ചെയ്താലും നിങ്ങളെല്ലാവരും പുതിയ ആശയങ്ങളിലോട്ട് പോകുന്നെങ്കിൽ നിങ്ങളെല്ലാവരും വിപ്ലവകാരികളാണ്. അപ്പൊ അത്തരം രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ എല്ലാ വിധത്തിലും ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ട് വിരട്ടി ഒതുക്കിയ സ്ഥലത്ത് ഞാൻ എൻ്റെ ബാല്യകാലം പോലും സിനിമ കാണും. കാരണം എനിക്കന്ന് അത് മനസ്സിലായി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ സിനിമകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതും അത് നമുക്ക് തരുന്ന സ്വാധീനമല്ല പറയണ, കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് ലോകത്ത് ആരിടത്തും പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ സിനിമയിൽ കൂടി പറയാൻ ഞാൻ മനസ്സിലാവുമെന്ന് ഞാനന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ധാരാളം ദിവസം എൻ്റെ വീട്ടിന്റെ പുറത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. പുറത്തെന്ന് പറഞ്ഞാൽ മുറ്റത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ വരാന്തയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ കയറ്റില്ല. അന്ന് ടിക്കറ്റ് ഞാൻ പറഞ്ഞില്ല, 1 രൂപയേ ഉള്ളൂ. 1 രൂപ ഒപ്പിച്ച് സിനിമയ്ക്ക് പോകും. സിനിമയ്ക്ക് പോയിട്ട് തിയേറ്ററിൽ പോയി സിനിമ. കാരണം എൻ്റെ നാട്ടില് ഉദയങ്ങളങ്ങനെ പൂർണ്ണ തിയേറ്ററാണ് ഏറ്റവും അടുത്തുള്ളത്. അവിടെയാണ് 1 രൂപ ടിക്കറ്റ് ഉള്ളത്. ബാക്കി എൻ്റെ അടുത്ത് 1000 രൂപയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ ഈ പൂർണ്ണ തിയേറ്ററായി. ഇന്നത് ഗ്യാസ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ അവിടെ പോയി സിനിമ ചെയ്ത് കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പോകുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഇൻഫർമേഷൻ എത്തും, നാട്ടിൽ ഇൻഫർമേഷൻ എത്തും. ഞാനവിടെ ഒരു കൊള്ളരുതാത്തവനായിരുന്നു, ഞാനവിടെ മോശക്കാരനായിരുന്നു. ഞാൻ ചർച്ചുകളിലും മതപരമായ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ മോശക്കാരനായിരുന്നു. ഇന്ന മതമൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും പോകണം. അന്നൊക്കെ ഞങ്ങൾക്ക് എല്ലായിടവും പോവാം, ക്ഷേത്രത്തിലും പോവാം. ഇന്നൊക്കെയല്ല എല്ലായിടവും പ്രശ്നം. നമ്മുടെ കാലമൊക്കെ മാറി വന്നതനുസരിച്ച് ക്ഷേത്രത്തിലും പോവും, പള്ളിയിലും പോവും, മോസ്കിലും പോവും. മോസ്കിലൊക്കെ പോവുമായിരുന്നു. അങ്ങനെ എല്ലായിടവും പോവുമായിരുന്നു. വിശ്വാസം ഇല്ലാത്തവരടുത്ത് ചർച്ചയ്ക്ക് ഇരിക്കും. ഞാൻ അന്നൊരു വിശ്വാസിയായിരുന്നു കേട്ടോ. അത് കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിയേറ്ററിൽ എത്തുന്നതിന് വീട്ടിൽ ഇൻഫർമേഷൻ എത്തും. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ 100 കണക്കിന് ബന്ധുക്കളുടെയും 100 കണക്കിന് അയൽവാസിക്കാരുടെയും ആഴമായ കണ്ടുകൊണ്ട് ഏതോ തീവ്രവാദ പ്രവർത്തനം ചെയ്ത് നമ്മൾ രാജ്യദ്രോഹം ചെയ്ത പോലെയാണ് നമ്മളെ കാണുന്നത്. അങ്ങനെ എത്തി വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ ഫുൾ ബ്രെയിൻ വാഷഡാണ്, എല്ലാരും കലിപ്പ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭക്ഷണമില്ല, ആഹാരം തരില്ല. ആകെ ദിവസത്തിൽ 1 നേരമാണ് വല്ല ആഹാരം കിട്ടുന്നത്, അതും കിട്ടില്ല. 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. ആഹാരം കിട്ടില്ല. പിന്നെ അത് അവിടെ നമ്മൾ പട്ടിണി മാറ്റുന്ന രീതിയിൽ എങ്ങനെയാണ്? വെളിയിലൊക്കെ ഇറങ്ങി എവിടെയെങ്കിലും വല്ല അയടിച്ചക്ക എന്ന് പറയുന്ന സാധനമോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ പറിച്ച് ഇറങ്ങിയ കഴിച്ചൊക്കെ എങ്ങനെയൊക്കെ പട്ടിണി മാറ്റി പോകും. ഇതായിരുന്നു സ്ഥിതി എന്നാണ് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുന്നത്, ആ ലോകത്തിൽ നിന്നുള്ള മാറ്റം. അപ്പോൾ അത്തരം കാലഘട്ടത്തിൽ നിന്ന് സിനിമ എന്തുമാത്രം മാറി പ്രേക്ഷകരെന്ന് യാഥാർത്ഥ്യബോധത്തിൽ എത്തിയിരിക്കുന്നു. അപ്പൊ അന്ന് ഇതേ സിനിമ എതിർത്തവരെല്ലാവരും തിയേറ്ററിൽ വരുന്നു, ഇന്ന് മൊബൈൽ വഴി കാണുന്നു. നിങ്ങൾ നോക്കി, ഇന്ന് മൊബൈൽ, നിങ്ങൾ 1 സെക്കൻഡ് മൊബൈൽ താഴെ വയ്ക്കൂ, നിങ്ങൾ കുട്ടികൾ വയ്ക്കൂ. അന്ന് സിനിമ എതിർത്ത അപ്പൂപ്പനോ, അവരൊക്കെ ഇന്ന് അപ്പൂപ്പനോ അമ്മൂമ്മമാരും ഒക്കെ ആയി കുറെ പേര് ചത്തും പോയി, ഇവര് താഴെ വയ്ക്കൂ. അന്ന് യുവാവായിരുന്ന എന്നെ ഒരു തീവ്രവാദിയെ പോലെ കണ്ടവരൊക്കെ എന്റെ മക്കളൊക്കെ ഇന്ന് പലരും സിനിമയിലൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലരും സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു മൊബൈൽ കിട്ടിയ ബ്ലോഗെങ്കിലും ചെയ്യുന്നുണ്ട്, പിന്നെ മൊബൈൽ കിട്ടിയ സെൽഫി അടിച്ചിടുന്നുണ്ട്. ഇവരൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ സുഖം അനുഭവിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ഇതിനെയെല്ലാം നഖശികാന്ത് എതിർത്തു. ചർച്ചുകളിൽ ഞാൻ പോയി സ്ട്രൈറ്റ് എതിർത്തു. ചർച്ചിൽ നിന്ന് തന്നെ പുറത്താക്കിയല്ലോ, ചർച്ചിൽ നിന്ന് തന്നെ നോട്ടീസ് എന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ചർച്ചിലും പോകൂല. സിനിമ അപ്പൊ ഞാനിതെല്ലാം പ്രേക്ഷകർ പറയണത് നിങ്ങൾ മനസ്സിലാക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത് വന്ന ഒരു ലോകത്തിൽ നിന്ന് വന്ന കുറെ ചെറുപ്പക്കാരെ ഉണ്ടാക്കിയെടുത്താണ് ഈ കാണുന്ന എല്ലാ സുഖവും. ഇതെല്ലാം വിപ്ലവമാണ്, കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസം അത് അങ്ങനെ വെച്ചോട്ട് എന്ത് ചെയ്താലും അത് വിപ്ലവമാണ്. അത് ഇന്നാണെന്നതല്ല, വിപ്ലവമാണ്. അതിൽ നിന്നുള്ള സുഖമാണ് ഈ തലമുറ സുഖമായിട്ട് അനുഭവിക്കുന്നത്. അങ്ങനെ അനുഭവിച്ച് കുറേ
തലമുറയിലെ പിള്ളേര് വന്നിട്ട് സാധാ പിള്ളേര് വന്ന് തിയേറ്ററിൽ ആട് സിനിമ കാണുന്നുണ്ട്. അവർ എൻജോയ് ചെയ്യണം. അതായത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 20 വർഷം ബാക്കിലോട്ട് പറയുന്നു. ഞാൻ വീണ്ടും 20 വർഷത്തിലെ ഒരു മോഹൻലാൽ ചിത്രമോ ഒരു മമ്മൂട്ടി ചിത്രമോ 25-30 വർഷം മുമ്പ് ഒരു ശങ്കർ ചിത്രമോ, മലയാളത്തിന്റെ കാര്യമാണ് പറയുന്നത്, ശങ്കർ ചിത്രമോ, അല്ലെങ്കിൽ ഒരു 35-40 വർഷം പുറകിലെ ഒരു ജയൻ ചിത്രമോ, നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ അഭിനയിച്ച ചിത്രമോ, സോമൻ അഭിനയിച്ച ചിത്രമോ, അതിൽ നിന്ന് ബാക്കിലോട്ട് ഇറങ്ങിയ നസീർ അഭിനയിച്ച ചിത്രമോ, അതിൽ നിന്ന് ബാക്കിലോട്ട് ഇറങ്ങിയാൽ നമ്മുടെ സത്യൻ എന്നെനിക്ക് ഞാൻ പറയില്ല, സത്യം മാഷ് എന്ന് തന്നെ പറയേണ്ടി വരും. നസീറിനെയൊന്നും നസീറെന്നും പറയാൻ പറ്റൂല, തെറ്റാണ്. നസീർ സാർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ സ്വഭാവം അത്ര തങ്കമാണ്. ഓരോ മുസൽമാനും പഠിക്കേണ്ട സ്വഭാവമാണ് നസീർ സാറിന്റെ സ്വഭാവം. ഓരോ ആർട്ടിസ്റ്റും പഠിക്കേണ്ടത് സത്യൻ ചേട്ടന്റെ സ്വഭാവം. സത്യൻ ചേട്ടൻ എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അടുത്ത് നിൽക്കും. നസീർ സാറെന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാതെ സാറെന്ന് വന്നു പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തങ്കമാണ് നസീർ സാർ. ഈ കേരളത്തിലെ ഓരോ മുസൽമാനും അദ്ദേഹത്തെ പോലെ ജീവിക്കുമെന്ന് ഞാൻ പറയും. ഒരു മുസൽമാൻ എങ്ങനെ ജീവിക്കണമെന്ന് കേരളത്തെ പഠിപ്പിച്ച മനുഷ്യനാണ് നസീർ സാർ. ഇതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് പറയാൻ മനസ്സിലായി. അങ്ങനെ വന്ന കാലഘട്ടത്തിൽ കൂടി വന്ന് അന്ന് സിനിമയ്ക്ക് പോയാൽ തിയേറ്ററിലുണ്ടാവുന്ന ഒരു പ്രകമ്പനമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ പ്രസന്റ് സ്ക്രീൻ കാണിക്കുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴവരെയൊന്നും കാണിച്ചാൽ അങ്ങനെ ഒരു എഫക്റ്റ് ഒന്നും നമ്മളൊന്നും ഒരു തിയേറ്ററിലും കാണില്ല. നസീർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളുടെയൊക്കെ സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ തിയേറ്ററിൽ ഒരു ഓളം, ഇത് വല്ലാത്ത ഓളമാണ്. അതിങ്ങനെ ഇളകി മറിയും. തിയേറ്റർ മൊത്തവും തന്നെ എന്ന് പറയുന്നത് പേപ്പർ കൊണ്ട് തിരിക്കും, ജനങ്ങൾ ഡാൻസ് ചെയ്യും. ഇങ്ങനെ ഒരു ഓളം കണ്ട സിനിമയാണ് ആട്. തിയേറ്ററിന്റെ ഫ്രണ്ടൊക്കെ ഡാൻസ് കൊണ്ടും വാരി വിതറിക്കൊണ്ടും ഒക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. ഇത് ഞാൻ എന്തായാലും ജയസൂര്യ കണ്ടിട്ടല്ല പറഞ്ഞത്, പക്ഷെ ജയസൂര്യ ചെയ്ത് ബലിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധാരണ ജനത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ട് സാധാ മനുഷ്യനായിട്ട് ബലിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കഥാപാത്രത്തിന്റെ വിജയമാണ് ഞാൻ അവിടെ കണ്ടത്. അതാണ് നാട് തിരിക്കേണ്ട. തിയേറ്ററിൽ ഇങ്ങനെ എന്തുകൊണ്ട് ഒരു വിരളി പിടിച്ചാണ് ഞാൻ കണ്ടത്. വിരളി പിടിക്കുക എന്നേരം നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറയുള്ളൂ. ഞാൻ അത്രയും താഴെ തന്നെ വരെയുണ്ട്. വിരളി പിടിക്കുകയായിരുന്നു. തിയേറ്റർ ഇളക്കി മറിയാണ്. രാത്രി നിങ്ങൾ ആലോചിക്കും, 12 മണിക്കുള്ള ഷോയിലാണ് കാണുന്നത്. തിയേറ്റർ ഇളക്കി മറിയാണ്. അതായത് ഫാമിലിയും കുട്ടികളും പിന്നെ പുതിയ ചെറുപ്പക്കാര് ഇച്ചിരി വയസ്സന്മാരും കൂടെ കുറെ പേര് ഫ്രണ്ടിലും ഭയങ്കര ഡാൻസ്, പിന്നെ പേപ്പർ വലിച്ചെറിയുന്നു, ബാക്കിലിരിക്കുന്നവരൊക്കെ വിസിലടിക്കുന്നു. ഇങ്ങനെ ഇതിനിടയിൽ രസകരമായ കാഴ്ച ഞാൻ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്റർവെല്ലിലും ഇടയ്ക്കൊക്കെ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്കും എൻജോയ്മെന്റ് അമിതമായി വന്ന പിള്ളേര്, കുറച്ച് യൂത്തിലെ പിള്ളേര് ഡ്രിങ്ക് ചെയ്യണ പിള്ളേരെ ഞാൻ കണ്ടു. ആദ്യമേ പടം തുടങ്ങുന്നതിന് മുമ്പേ ഒരു 6-7 പിള്ളേര് ബാത്റൂമിൽ പോയിരുന്ന് ഡ്രിങ്ക് ചെയ്യണം. അതൊന്നും ബഹളം ഇല്ലാത്തതുകൊണ്ട് ഞാനും ഒന്നും വിട്ടില്ല. കാരണം ബഹളം ഉണ്ടെങ്കിൽ ഞാനും ശക്തമായി എതിർക്കുന്ന ആളാണ്. ഞാനും ഉണ്ടായിരുന്നു, ചിരിച്ചു, കാര്യം ഉണ്ടാപോയി. എന്നിട്ട് ഞാൻ ഇന്റർവെല്ലിന് പുറത്ത് പോയപ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ ഓവർ എഫക്റ്റ് കാരണം തിയേറ്ററിലോട്ടും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അമിതമായി ഡ്രിങ്ക് ചെയ്തിട്ട് നിങ്ങൾ തിയേറ്ററിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എയർ സർക്കുലേഷൻ കുറവായിരിക്കും. കാരണം ഇത്രയും തിയേറ്റർ ഫുള്ളാണെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ നിങ്ങൾ ഡ്രിങ്ക് ചെയ്യുമ്പോൾ റീഹൈഡ്രേറ്റിന് വരും. നമ്മുടെ ബോഡിക്ക് എനർജറ്റിക് ലെവൽ, അതായത് ഒരു ഓക്സിജൻ കണ്ടന്റ് കുറയും. ഡ്രിങ്ക് ഓവർ ആകുമ്പോൾ ഒരുപാട് കുറയും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അത്ര രീതിയിൽ വോമിറ്റിയുടെ കുട്ടികളെയും ഞാൻ കൊണ്ടു. ഞാൻ മിണ്ടിയില്ല. അതെല്ലാം ഞാൻ ടോയ്ലറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് മുകളിലൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്. പിള്ളേർ മുകളിലൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളടുത്ത് പുതിയ പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ പറയണം, നിങ്ങൾ അറിയണം, സയൻസ് നന്നായിട്ട് പഠിക്കും. നിങ്ങളൊക്കെ നല്ല പഠിച്ച പിള്ളേരല്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരെ ഈ ചെയ്യണതൊക്കെ ഞാൻ കണ്ടത്. അല്ല ലോക്കൽ പിള്ളേരൊന്നുമില്ല ആ കണ്ടൊക്കെ. നിങ്ങൾ സയൻസ് പഠിക്കൂ. നിങ്ങളൊരു ഇൻസൈഡ് ഓഫ് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ 2 പെഗ് എടുക്കും, പരമാവധി 3 പെഗ്, അതിനെപ്പുറം എടുക്കരുത്. തിയേറ്ററിനകത്ത് വാഷ്റൂമിലൊക്കെ വെള്ളം പതിവിക്കുന്ന പയ്യന്മാരെയൊക്കെ ഞാൻ കണ്ടു. വളരെ ഡ്രൈ അടിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ 1-2 പെഗ് എടുക്കും. എന്നിട്ട് വന്നിരുന്ന അത് നല്ല രസമായിട്ട് നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാം. പിന്നെ അതിനുശേഷം നിങ്ങൾ പോയി വേണമെങ്കിൽ 2 പെഗ് എടുക്കും. സിനിമയ്ക്ക് എത്തുന്നതിന് ശേഷം നിങ്ങൾ തിയേറ്ററിനകത്ത് പ്രത്യേകിച്ച് ഇരുണ്ട സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ഡ്രിങ്ക് ചെയ്തിട്ടിരിക്കരുത്. നിങ്ങൾക്ക് റീഹൈഡ്രേറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. തിയേറ്ററിൽ വോമിറ്റ് ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കേസ് വേറെ വരും. പഴയ കാലമാണോ? എന്തോ ഭാഗ്യത്തിന് നിങ്ങൾക്കൊക്കെ ബുദ്ധിയും ഉണ്ട് ആ കാര്യത്തിൽ. നിങ്ങൾ ടോയ്ലറ്റിൽ പോകണം. ഞാനെല്ലാം കണ്ടിട്ട് സന്തോഷം. ഞാൻ ഒരു കുറ്റവും കുട്ടികളെ പറയില്ല കേട്ടോ. എനിക്കതിൽ ഒരു കുറ്റവും പറയാനുമില്ല. നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ അതിനൊന്നും എതിരല്ല.
അങ്ങനെ അത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡ്രിങ്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് മുമ്പ് പരമാവധി 2-3 മണിക്കൂർ മുമ്പ് 3 പെഗ് എടുക്കും. മാക്സിമം 3 പെഗ്, 2 കണക്ക്. എന്നിട്ട് വന്നിരുന്ന് സിനിമ കാണും. കണ്ടിട്ട് പോയിട്ട് 2 പെഗ് കൂടെ എടുക്കുന്ന എടുക്കുക. അല്ലാതെ നിങ്ങൾ ചെയ്ത് തിയേറ്ററിൽ കയറില്ല. തിയേറ്ററിനകത്തെന്ന് പറഞ്ഞാൽ ഫുൾ ആള് 800 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതിൽ 800 പേര് ഉണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് താരതമ്യേന താഴും. നിങ്ങളുടെ ബോഡി നെഗറ്റീവ് എഫക്ട് ചെയ്യും. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? അത് അബ്സോർവ് ചെയ്യാൻ പറ്റാതെ വൊമിറ്റ് ചെയ്യും. ഇത് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണത്. എന്തുകൊണ്ട് ഷാജി പാപ്പന്റെ സിനിമ കണ്ടുകൊണ്ടാണ് ഈ പറയണത്. ഇതൊക്കെ എന്റെ പ്രിയ പിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളെപ്പോലുള്ളവർ ഇതൊക്കെയാണ് പറയണത്. ഞാനൊക്കെ അതാണ് നിങ്ങളുടെ എന്റെ പ്രേക്ഷകർക്ക് പറയണത്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇതൊക്കെ ഞാനിന്ന് ഷാജി പാപ്പന്റെ സിനിമയുടെ ഒരു ത്രില്ല് കാണിച്ചാണ് ഞാൻ പറയണത്. ഇതെല്ലാം ഞാനിന്ന് തിയേറ്ററിൽ കണ്ടതാണ്. ഞാൻ ഒരു കുട്ടി ഒന്നും അതിനകത്ത് കുറ്റം പറയണില്ല. കാരണം അതാണ് ഷാജി പാപ്പൻ എടുത്തു വിട്ടിരിക്കുന്ന എഫക്ട്. അത്രയും കണ്ടു ഞാൻ ഇന്ന് തിയേറ്ററിൽ. ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ ഒരു ലെവലാണ് ഈ ആട് സിനിമ കൊണ്ടെത്തിച്ച് വെച്ചിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. 20 വർഷത്തിന് മുമ്പ് തിയേറ്ററിൽ കൊണ്ട എല്ലാ എഫക്റ്റും ആട് 3 കണ്ടു. ആട് 2 ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടത്. അന്ന് ഇങ്ങനെയൊന്നുമില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ അങ്ങനെയല്ല എല്ലാവരും പടം കണ്ടു. ഇതൊരു വേറൊരു ഫ്ലോ ആയിപ്പോയി കേട്ടോ പുതിയ പിള്ളേരുടെ ഇടയിൽ. പുതിയ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, അമ്മമാര് അമ്മമ്മമാര് ഫാമിലിയോട് അത്രയും ഫാമിലി, ഒരു മിഡിൽ ക്ലാസ്സിന് ഉള്ള ഫാമിലിയാണ് കൂടുതൽ. ഇവരൊക്കെ കൂടോടെ തിയേറ്ററിൽ വരുന്നത്. എന്നാ ലക്ക. അതാണ് ഞാൻ പറഞ്ഞത്. ജയസൂര്യ എന്നുള്ള നടനെ കണ്ടല്ലോ പറഞ്ഞത്. ജയസൂര്യ എന്ന് പറയുന്ന നടനും അവരൊപ്പം വന്ന ഷാജി പാപ്പന്മാരെയും വച്ചിട്ടാണ്, ഷാജി പാപ്പനും കൂട്ടരും വില്ലന്മാർ ഇവരെയൊക്കെ വച്ചിട്ട് ഉള്ള ഒരു കഥാപാത്രം എങ്ങനെ ജനത്തിനെ സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങൾ സാധാരണയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രേക്ഷകർ നിങ്ങളെ കയ്യിലെത്തും എന്നുള്ളതിന് തെളിവാണ് ഈ ആട് 3. കാരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പല നടന്മാർക്ക് എന്തൊക്കെയോ മസിൽ വെരുപ്പ് കണ്ടിട്ടുണ്ട്. വല്ലാത്ത മസിൽ വെരുപ്പ് അഭിനയമാണ്. ജയസൂര്യയെ പോലുള്ള ഒരു നട ഇത്രയും താഴെ വന്ന് അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അല്ലെങ്കിൽ ജയസൂര്യയുടെ ഒക്കെ അവസ്ഥ ഇന്ന് എന്തായിരിക്കുമായിരുന്നു? പല നടന്മാരെ കുറിച്ച് ഞാൻ അവിടെ പറയില്ല. ആ ലെവലിൽ ഈ സിനിമ എത്തിക്കുന്നു. ബാക്കി എന്തുകൊണ്ടൊരു പീക്ക് ലെവൽ 20 വർഷം മുമ്പേ തിയേറ്ററിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഈ ആട് സിനിമയിൽ കണ്ടിട്ടുണ്ടോ. വളരെ നല്ല ചിത്രമാണ് പ്രേക്ഷകരെ. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാവർക്കും തിയേറ്ററിൽ പോകാൻ കണ്ടോ ആട് 3 കാണാൻ. ഞാൻ അങ്ങനെ പറയണത്. അതൊരു എന്ത് പറയണത്, ടൈം ട്രാവലർ എന്റർടൈൻമെന്റ് സിനിമയാണ്. അങ്ങനെ കാണാം. വേറെ അതിനകത്തൊന്നും നിങ്ങൾ വലിയ കഥയോ ഒന്നും ചിന്തിക്കരുത്. ഒരു ട്രെയിൻ ട്രാവല് ഒരു സയന്റിഫിക്കലി എന്റർടൈൻമെന്റ് സിനിമയാണ്. എല്ലാവരും ആ സയന്റിഫിക്കലി ചിന്തിക്കാറില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോറടിക്കില്ല. കാരണം സയന്റിഫിക്കലി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ബോറടിപ്പിക്കും. പ്രത്യേകിച്ച് ഈ സിനിമയിൽ അത് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. അത്ര നല്ല എന്റർടൈൻമെന്റ് സിനിമയാണ് ആട് 3. നല്ല രസകരമായ 3 മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു കുട്ടികളില്ലേ, കുമ്പിടികൾ, ഒരു 5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ മുതൽ എല്ലാവർക്കും പോയി കാണാം. ആ ഒരു ഓളം ഈ പടത്തിലുണ്ട്. ആ രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രേക്ഷകർ എങ്ങനെ ഇത് സ്വീകരിക്കണം എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ രസകരമായിട്ട് ത്രില്ലായിട്ട് സ്റ്റാൻഡേർഡ് ലെവലിൽ പോയ സിനിമയാണ്. ഇനി ഈ സിനിമയിലോട്ട് വരാം. സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ എല്ലാ കാര്യങ്ങളും പറയണം. ഈ സിനിമയുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു പറഞ്ഞ എന്താണോ ആ പടത്തിൽ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ പടത്തിന്റെ ആർട്ട് ഡയറക്ഷൻ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ചെറിയ ബഡ്ജറ്റിൽ 50 കോടിയൊക്കെ എന്നുള്ള താഴ്ന്ന ചെറിയ ബഡ്ജറ്റാണ് ഇപ്പോഴത്തെ സിനിമയുടെ. കാരണം അത്ര എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് പല കാര്യത്തിലുണ്ട്. ഈ പടത്തിന്റെ ക്യാമറ വർക്കും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ബ്യൂട്ടിയാണ്, നന്നായിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നല്ല ബ്യൂട്ടിയാണ്. ആക്ഷൻ കോറിയോഗ്രാഫി ബെറ്റർ ആണ്. ഇതെല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ ഒരു ഡ്രോബാക്ക് തോന്നിയത് മ്യൂസിക് ഒക്കെ കൊള്ളാം. ഷാൻ റഹ്മാനാണെന്ന് തോന്നുന്നു. ഷാൻ റഹ്മാൻ എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ എവിടെയൊക്കെയോ ചില പടങ്ങളുടെ ഒരു അടിച്ചുമാറ്റലൊക്കെ കണ്ടു. അടിച്ചുമാറ്റിയാലും പടം ഹിറ്റായില്ലേ, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതിനും അപ്രിഷിയേറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതല്ല, ഹിറ്റായോ അത്രയേ ഉള്ളൂ. വൃത്തികെട്ട രീതിയിലല്ല ഹിറ്റായത്. ഒരു ജാതി സ്പിരിറ്റോ ഒരു മത സ്പിരിറ്റോ ഒരു വർണ്ണ വിവേചനോ കാണിക്കാതെ വളരെ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണം. അതിൽ മുസൽമാനുണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, ഇനി അല്ലാത്ത അവിശ്വാസിയുണ്ട്, പിന്നെ ഫോറിനറുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു അവിയൽ ഒരു സാമ്പാർ ഇങ്ങനെ ഇളക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും. ആ ഇളക്കിയെടുത്തിട്ട് നല്ല ടേസ്റ്റോടെ നമ്മൾ ഇഡ്ഡലിയോ നല്ല ചോറിനോട് ഒക്കെ കഴിക്കുമ്പോൾ ഇഡ്ഡലിയോ അല്ലെങ്കിൽ അതിന് ചേർന്ന ചോറിനോട് അവിയലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ രുചിയുണ്ടല്ലോ. ആ രുചിയാണ് ഈ ഷാജി പാപ്പന്റെ ഈ ആട്. അപ്പൊ ആട് അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ആടിന് എപ്പോഴും ഗ്രോത്തും പവറും കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു
ഫിലിമാണ്, ഒരു അനാവശ്യ കാര്യങ്ങളില്ലാത്ത നല്ലൊരു ഡീസന്റ് ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് ഈ പടം. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു. അതിന് ഞാൻ സിനിമയിലേക്ക് വരാം. ഈ സിനിമയില് ഷാജി പാപ്പൻ, ജയസൂര്യയുടെ ഷാജി പാപ്പനെ കുറിച്ച് ഞാനൊന്നും പറയണം, നന്നായിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ ജയസൂര്യ നന്നായിട്ടുണ്ട്. അത് പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. ജയസൂര്യക്ക് ധാരാളം ഫാൻസ് ഉണ്ട്. ഇപ്പൊ വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ ഫാൻസ് എല്ലാം മോഹൻലാലിനെ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ജയസൂര്യയെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലുള്ള വിനായകൻ എന്ന് പറയണ മനുഷ്യൻ എല്ലായിടത്തും അഴിഞ്ഞാണ്. എന്തോ അഭിനയം പറയണം വിനായകൻ. മലയാളം, തമിഴ്, തെലുങ്ക് കിട്ടിയ തെലുങ്ക്, അയാൾക്ക് എന്ത് കിട്ടിയാലും അയാൾ സൂപ്പറാണ്. സൗന്ദര്യ സിനിമയ്ക്ക് ആവശ്യമില്ലെന്ന് ആദ്യം തെളിയിച്ചൊരു മനുഷ്യനാണ് ശ്രീനിവാസൻ. അതുപോലെ സൗന്ദര്യത്തിന്റെ ഒരു നിസ്സാരം ആവശ്യവും നമുക്ക് സിനിമയിലോ ഒരു മേഖലയിൽ ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾ ലോകം കീഴടക്കി. ഈ ലോകം കീഴടക്കിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലുണ്ടോ, നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും 50 പേര് അംഗീകരിച്ചിരിക്കും. അവർ പുറത്ത് കാണിക്കില്ല. ആ മനസ്സ് അസൂയായിട്ടായിരിക്കും പുറത്ത് കാണിക്കുന്നത്. അത് ഈ ഷാജി പാപ്പന്റെ സിനിമയിൽ കാണാൻ. അപ്പൊ ആ വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനെ സമ്മതിച്ചിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്നൊന്നും ഒരു വിഷയമില്ല. വ്യക്തി ജീവിതത്തിൽ ആരാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള വളരെ റയർ ആൾക്കാരില്ല. വ്യക്തി ജീവിതം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി കുറയില്ല. അയാൾ പറയേണ്ടത് എന്തെങ്കിലും ചീത്ത പറയേണ്ട കാര്യങ്ങൾ ചീത്ത പറയുന്നതുകൊണ്ടും സമൂഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. അയാളൊരു വില്ലനായിട്ടും പിന്നെ കുറെ വലിയ വിഭാഗക്കാർക്ക് അയാളൊരു മോശക്കാരനോട്ടൊക്കെ ചിത്രീകരിച്ച് തള്ളിവിടുന്നുണ്ട്. വലിയവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വിനായകന്റെ അഭിനയം എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്തമാണ്, സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ പറഞ്ഞുകൊടുക്കും പറയേണ്ടത് വിജയ് ബാബു ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ആട് 1ന്റെ, ആട് 2ന്റെ, ആട് 3 അദ്ദേഹം ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. പട്ടികൾ വെച്ച് പോലും നല്ല പടം എടുത്ത് വിജയിപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് അതിനുള്ള കാലിബറുണ്ട്. അദ്ദേഹം സ്റ്റാറിന്റെ ചാനലിൽ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റാർ സ്പോർട്സ്, അതുപോലെയുള്ള സ്റ്റാറിന്റെ തന്നെ 100 കണക്കിന് ചാനലുണ്ട്. സ്പോർട്സ് ഞാൻ പറഞ്ഞത് ഇത്തരം ചാനലിൽ ഇരുന്നിട്ട് സൂര്യയിൽ വന്നിട്ട് ആ ജോലി 10-15 ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ജോലി എല്ലാം രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഫിലിമിൽ വന്നത്. ഇന്ന് അദ്ദേഹം അത് വന്നതിൽ ഒരു തെറ്റുമില്ല. വിജയ് ബാബുവിന്റെ ഈ പടത്തിലെ അഭിനയം ഗംഭീരമാണ് കേട്ടോ. അദ്ദേഹവും പ്രേക്ഷകരുടെ ഇടയിൽ ഇതെല്ലാം ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കഴിവുള്ള നടൻ തന്നെയാണ്. അത് ഈ പടത്തിൽ കൂടി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ സേട്ടനെ കുറിച്ചൊക്കെ എന്ത് പറയാനാണ്. ഇന്ദ്രൻ സേട്ടനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ അഞ്ജലി തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ കൊടക്കമ്പി എന്നാണ് വിളിക്കുന്നത്. അഞ്ജലി തിയേറ്ററിൽ നിന്നിട്ട് 10-30 വർഷം മുൻപ് അഞ്ജലി തിയേറ്ററിൽ, ഇന്ന് അഞ്ജലി തിയേറ്ററിൽ പറയണ്ടല്ലോ. ആ കൊടക്കമ്പി ഇന്ന് എവിടെ പോയി നിൽക്കുന്നു? ഇന്ന് മമ്മൂട്ടിക്കൊപ്പം, മോഹൻലാലിനൊപ്പം, പൃഥ്വിരാജിനൊപ്പം, ടൊവിനോ തോമസിനൊപ്പം, ഇപ്പോഴുള്ള നടന്മാരെ കുറിച്ച് പറയുകയാണ് ലേറ്റസ്റ്റ് ഉള്ള, വിനായകനൊപ്പം, ഇനി ജയസൂര്യക്കൊപ്പം മലയാളത്തിലെ നടന്മാരെ കുറിച്ച് പറയണേ. ഇങ്ങനെയുള്ള ഇപ്പോഴുള്ള പ്രഗത്ഭ നടന്മാരും എല്ലാ വേദിയിലിരുന്നാലും ഇന്ദ്രൻസ് വന്ന ഒരു പ്രത്യേക വൈബാണ് ഇപ്പോൾ. ആ ലെവലിൽ എൻ്റെ ഇന്ദ്രൻസ് ചേട്ടാ എത്തിയിട്ടുണ്ട്. നിങ്ങളെ കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയില്ല. നിങ്ങളൊക്കെ കില്ലാടികളായിട്ട് കേട്ടോ. അഭിനയത്തിന്റെ ഒരു തീജോല തന്നെയാണ്. പിന്നെ നിങ്ങളെ പെരുമാറ്റത്തെ കുറിച്ച് ഓരോരുത്തരും പറയണ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇപ്പോഴും സാധാ മനുഷ്യനാണ്. നിങ്ങൾക്ക് ഒരു മസിൽ പിടുത്തം ശരീരത്തിലല്ല മസിൽ വേണ്ടത്, മനസ്സിലാണ് മസിൽ വേണ്ടത്. നിങ്ങളെ മനസ്സിലെ മസിൽ വളരെ ദൃഢവും സ്നേഹസമ്പന്നവും. അത് നന്നായിട്ട് ഇവിടെ എല്ലാം കാണുമ്പോൾ നിങ്ങളെ അഭിനയം അമേസിങ്. പിന്നെ സൈജു കുറുപ്പ് എന്ന് പറയുന്ന മനുഷ്യനും കൊള്ളാറുണ്ട്. നിങ്ങൾ സൈജു കുറുപ്പ് എപ്പോഴും പറയട്ടെ, ഞാൻ ഒരുപാട് എടുത്ത് റോൾ അന്വേഷിച്ച് അങ്ങോട്ട് തന്നെ എപ്പോഴും ചോദിക്കുന്നു. ഭായി, നിങ്ങൾ ആ ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റോൾ കിട്ടുന്നുമുണ്ട്. നിങ്ങൾ നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ധർമ്മജ കുറച്ച് ദിവസത്തിന് ശേഷം വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, മോശമല്ല. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഇനി ചെറിയ അക്ഷരമാണ് ക്ലാസ് റിയാസ് ഖാൻ ഇങ്ങനെ മൂന്ന് പാർട്ടിൽ തെളിഞ്ഞിരിക്കണം. നന്നായിട്ടുണ്ട്. റിയാസ് ഖാന്റെ അഭിനയം നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ പറയുന്നത് ഷാജി പാപ്പന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച കുട്ടി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിന്യൂറ്റി അവള് മിടിക്കുക തന്നെയാണ്. പിന്നെ ഷാജി പാപ്പന്റെ അമ്മ മിടിക്കുക തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ആക്ഷൻ ഹീറോ ആയിട്ട് നടക്കുന്ന നമ്മുടെ തുക്കടി സായിഫായിട്ട് നടക്കുന്ന സണ്ണിയുടെ ഫുൾ ഫോം സണ്ണി നല്ല
നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാവരും നന്നായിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ ഇതിലോട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പടത്തിന് വേണ്ട രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോർച്ചുഗീസ് വന്നിട്ടുള്ള ഒരു ലേഡിയുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല. അവരും 2-3 സായിപ്പുമാർ നിറഞ്ഞാണ് തന്നെ കേട്ടോ, മിടിക്കുകയാണ് കേട്ടോ. ആ ലേഡി പോർച്ചുഗീസുകാരി, അവൾ മിടിക്കുകയാണ്, അവൾ ഭാവിയുണ്ട്. അവൾ ഇവിടെ മാത്രമല്ല ഹോളിവുഡ് ഭരിക്കും. ഹിന്ദി സിനിമയിലും അവൾക്ക് ചാൻസ് കിട്ടും, തെലുങ്കിലും കിട്ടും, കന്നഡയിലും കിട്ടും, തമിഴിലും കിട്ടും. അവൾ മിടിക്കുകയാണ്, മിടുക്കി കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് ചെയ്ത നല്ല ഫിലിമാണ് ആട് 3. പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക. നല്ല എക്സലൻറ്റ് മൂവിയാണ്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഉള്ളൊരു വിഷയം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തൊരു ഞാൻ പറയില്ലേ, ഒരു വൈഡ് സ്ക്രീനിൽ കാണുന്ന ഒരു പ്രസന്റ്, ഒരു ഫീലിങ്സ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് കുടുംബം, കൂട്ടുകാർ അങ്ങനെ ആരായിട്ട് പോയില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലും ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതങ്ങ് കിട്ടാതെയാണ്. അതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് പറയണം, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സന്തോഷമായിട്ട് കുടുംബവുമായിട്ട് കൂട്ടുകാരായിട്ടുള്ള കുമ്പിടി കുട്ടികളുമായിട്ടും ഒക്കെ പോയിട്ട് തിയേറ്ററിൽ പോയി ആട് 3 കാണുക. ഏത് തിയേറ്ററിലായാലും കുഴപ്പമില്ല. പിന്നെ 2K തിയേറ്ററായാലും 2Kയിൽ കണ്ടാലും കുഴപ്പമില്ല, 4Kയിൽ കണ്ടാലും കുഴപ്പമില്ല. ഏതിൽ കണ്ടാലും ചെറിയ സ്ക്രീനിൽ പോയി കാണുക. വൈഡ് സ്ക്രീനുള്ള ഏത് തിയേറ്ററുണ്ടോ അവിടെ പോയി നിങ്ങൾ കുടുംബമായിട്ട് ചിത്രം കാണുക. കുടുംബം പടം വമ്പം വിജയമുണ്ട്. എൻ്റെ കണക്ക് കൂട്ടൽ, എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം 250 കോടി കളക്ട് ചെയ്യണമെന്നാണ്. എന്നാലും മിനിമം 150 കോടി പടം കളക്ട് ചെയ്ത് വിജയമാവും. സാറ്റലൈറ്റിൻ്റെ കൂടെ ആകുമ്പോൾ വലിയ പ്രോഫിറ്റ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ 250 കോടി കളക്ട് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം വലിയ പടങ്ങൾ മലയാളത്തിൽ കളക്ഷൻ വരട്ടെ. അങ്ങനെ എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ആട് 3യുടെ കഥ ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, ഞാൻ സിനിമയുടെ റിവ്യൂ മാത്രമല്ല പറയാറ്. എനിക്ക് വേണ്ട സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഫിലിമിൻ്റെ കാര്യമായാലും സ്പോർട്സിൻ്റെ കാര്യമായാലും മറ്റെന്ത് കാര്യമായാലും ഞാൻ ചർച്ച ചെയ്യും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ 100% തുറന്നു പറയുമെന്നൊന്നും ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ എല്ലാ വിഷയങ്ങളെ കുറിച്ച് എൻ്റെ ബ്ലോഗ് വഴി പറയാറുണ്ട്. താല്പര്യം ഇഷ്ടമുള്ളവർ എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ ബ്ലോഗ് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാം, ശരിയുണ്ടെങ്കിൽ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. ഞാൻ ഒബക്സോളോ. ഇനി അടുത്തൊരു സിനിമ റിവ്യൂവായിട്ട് ഉടനെ കാണാം. സിനിമയുടെ കാര്യങ്ങളുമായിട്ട് അടുത്ത പടങ്ങളിലൂടെ വരുന്നുണ്ട്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഉടനെ കാണാം. ഹാപ്പി. ആട് 3 എൻ്റർടൈൻമെൻറ്റ് ഫിലിം ഹൈ പ്രോഫിറ്റായിട്ട് ഹൈ ലെവൽ